പത്തനംതിട്ടയിലെ തിരുവല്ലയിലാണ് നിലവിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ പ്രതിസന്ധി ഉള്ളതെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ ഒരു തവണ തുറന്നു. കൂടുതൽ മീൻപിടുത്ത ബോട്ടുകൾ കൊല്ലം വാടി കടപ്പുറത്ത് നിന്ന് ആറന്മുളയിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നമ്മുടെ മൂഴിയാർ ഡാം 190 രാവിലെ തന്നെ. അപ്പോൾ 192 അതിൻ്റെ FRL. അപ്പോൾ അത് വീണ്ടും തുറക്കേണ്ടി വന്നു. 15 സെൻറ്റിമീറ്റർ ആദ്യം തുറന്നു വിടുക. അപ്പം അത് ഒരു കൺട്രോൾഡ് റിലീസാണ്, ഒരു കുഷൻ എഫക്റ്റ് കിട്ടും. അതിനുശേഷം രണ്ടാമത് 15 സെൻറ്റിമീറ്റർ ആക്കി 30 സെൻറ്റിമീറ്റർ ഒറ്റയടിക്ക് തുറന്നു വിടുന്നത് ഒഴിവാക്കാൻ ഒരു ഉന്നതതലത്തിലൊരു തീരുമാനം ഉണ്ടായി. 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ ഇപ്പോൾ കൊല്ലത്തു നിന്നും വാടി കടപ്പുറത്തു നിന്നും ആറന്മുളയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം ഇങ്ങനെ തന്നെ നിർത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഉള്ളത്. ജിബിൻ ജെബിയാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. ജിബിൻ, മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്? നിലവിലെ സാഹചര്യം എന്താണ് ജിബിൻ? ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മാരാമണിലാണ്, ഈ പമ്പയാറിന്റെ തീരത്താണ്. ഇവിടുത്തെ ഈ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാകും. അതായത് മഴ ഒന്ന് മാറി നിൽക്കുന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ആശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നതിൽ യാതൊരുവിധ കുറവുമില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ആറന്മുളയിലെ സ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ മന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത് തിരുവല്ലയിലും രൂക്ഷമായ ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ്. അവിടത്തേക്ക് കൂടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉടൻ തന്നെ ഒരു ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മന്ത്രി PC വിഷ്ണുനാഥ്, ആറന്മുള MLA അബിൻ വർക്കി, അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ എന്നിവർ ഇപ്പോൾ റാന്നിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ അവലോകന യോഗം കഴിഞ്ഞ ശേഷം അവർ വീണ്ടും മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. പക്ഷേ ഇതിൽ മന്ത്രി പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഏറ്റവും അധികം പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ഗുരുതരാവസ്ഥ സാഹചര്യമുള്ളത് അത് ആറന്മുളയിലാണ്. കാരണം റാന്നിയിൽ നിന്ന് ഈ വെള്ളം ഒഴുകിയെത്തുന്നത് ആറന്മുളയിലേക്കാണ്. അവിടെ പക്ഷേ വെള്ളം എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒഴുകി അത് പിന്നീടേക്ക് അപ്പർ കുട്ടനാട്ടിലേക്കൊക്കെ പോകുന്നതിന് ദിവസങ്ങൾ വേണ്ടിവരും. കഴിഞ്ഞ 2 ദിവസം തന്നെ ആറന്മുളയിൽ പെയ്ത മഴയിലെ വെള്ളം ഇപ്പോഴും അവിടെ നിന്ന് പോയിട്ടില്ല. അതിനിടയിൽ കൂടിയാണ് മൂഴിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇന്ന് രാവിലെ മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നിരുന്നു. 15 സെന്റിമീറ്റർ ആണ് ഉയർത്തിയത്. ആ വെള്ളം കൂടി ഇന്ന് ഉച്ചയോടുകൂടി ആറന്മുളയിലേക്ക് എത്തുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് മന്ത്രി ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വീണ്ടും അവിടെ പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഒരു അടിയന്തര അവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊല്ലം വാടി ഹാർബറിൽ നിന്ന് 14 മത്സ്യബന്ധന വള്ളങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തത്. ഇന്ന് രാവിലെ തന്നെ 8 മത്സ്യബന്ധന വള്ളങ്ങൾ കൊല്ലത്ത് നിന്നും അതുപോലെ അമ്പലപ്പുഴയിൽ നിന്നും കായംകുളത്ത് നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഈ വള്ളങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പിന്നീട് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ഉള്ളിലേക്ക് ഈ 4x4 വാഹനങ്ങൾക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മത്സ്യബന്ധന വള്ളങ്ങളുമായി മത്സ്യത്തൊഴിലാളികൾ പോവുകയും അവിടെ വീടുകളിൽ, പ്രത്യേകിച്ച് 2 നില വീടിന്റെ മുകളിൽ പോലും കുടുങ്ങിക്കിടന്നവരെ ഈ മത്സ്യബന്ധന തൊഴിലാളികൾ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഡയാലിസിസ് രോഗികൾ, ക്യാൻസർ രോഗികൾ തുടങ്ങി വലിയ രീതിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് ചികിത്സാ സഹായം നേടുന്നതിന് വേണ്ടി ഫയർഫോഴ്സും NDRFന്റെ സംഘങ്ങൾ ഡിങ്കി ബോട്ടുകളുമായി പോയി ഈ രോഗികളെ ഉൾപ്പെടെ രക്ഷിച്ചുകൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സ്ഥിതിഗതികൾ ആറന്മുളയിൽ രൂക്ഷമാകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അത് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ സജ്ജമാണെന്നാണ് മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഉന്മേഷ്, ശരി. ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.